Welcome to Machinery World. Sir, myself Salahuddin. I am from Trivandrum. I am running a YouTube channel. You are welcome to my YouTube channel Machinery World. Okay, thank you, sir. Yeah, I am from Pentagon Market. Okay, sir. നമ്മുടെ എറണാകുളത്ത് ചിറ്റൂർ റോഡിലാണ് നമ്മുടെ ഓഫീസ്. അപ്പോൾ നമ്മുടെ പാക്കേജിങ് മിഷനറി ഇതിലേക്ക് വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 42 years ആയി ഇപ്പോൾ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് നമ്മൾ സെക്കൻഡറി പാക്കേജിങ് മിഷനറീസാണ് മെയിനായിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇത് കൂടാണ്ട് വീഡിയോ ജെറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ കോഡിംഗ് മെഷീൻസ്, ബാച്ച് കോഡിംഗ് മെഷീൻസിൻ്റെ കേരള ഡിസ്ട്രിബ്യൂട്ടറാണ്. പിന്നെ മഹാരാഷ്ട്ര പ്ലാസ്റ്റിക്സ്, അങ്ങനെ വേറെ കുറേ കമ്പനികളുടെ കൂടി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് നമുക്ക്. ഇതെല്ലാമാണ് നമ്മുടെ മെയിൻ ബിസിനസ്. ഇവിടെ സാർ ഈ ഡിസ്പ്ലേയിൽ ഇവിടെ ഇപ്പോൾ ധാരാളം മെഷീൻസ് ഉണ്ട്. അതെ, മെഷീൻസ് പിന്നെ ഇവിടെ ഡിസ്പ്ലേയിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എല്ലാത്തിൻ്റെ പിക്ചേഴ്സും ഉണ്ട്. അതൊക്കെ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇവിടെ തുടങ്ങുകയാണെങ്കിൽ ഇതിപ്പോൾ സെമി ഓട്ടോമാറ്റിക് സ്ക്രാപ്പിംഗ് മെഷീനാണ്. ഓക്കെ സാർ. ഇത് ബോക്സുകൾ നമുക്ക് എത്ര ചെറിയ ബോക്സ് എത്ര വലിയ ബോക്സ് സ്ക്രാപ്പ് ചെയ്യാമെന്ന് വെച്ചിട്ട് അതിൻ്റെ ഓൾമോസ്റ്റ് ഇങ്ങനെ റേറ്റ് കൂടി വരുന്നതാണ്. ഇങ്ങനെ വരുന്നത് ഇവിടെ വരുമ്പോഴത്തേക്കും ഫുള്ളി ഓട്ടോമാറ്റിക്കിലേക്ക് വരും. അത് നമുക്ക് കൂടിയ ക്വാളിറ്റി ഇപ്പോൾ ഒരു ദിവസം പറഞ്ഞ ഒരു 2000 കാർട്ടൺസ് ഒക്കെ പാക്കിംഗ് ഉള്ളവർക്ക് നമുക്ക് കൂടിയ മെഷീൻസ് നമ്മളെ എടുക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞാൽ പാലറ്റ് റാപ്പിംഗ് ആണ്. വലിയ പാലറ്റുകളൊക്കെ പാക്ക് ചെയ്യാനായിട്ടുള്ള ന്യൂമാറ്റിക് ടൂളാണ്. അത് തന്നെ റാപ്പിംഗ് മെഷീനാണ്. സ്ട്രെച്ച് റാപ്പിംഗ്, പാലറ്റ് റാപ്പിംഗ്, കൂടാണ്ട് ഇതിന് ഷിങ്ക് റാപ്പിംഗ്, അങ്ങനെ ഓരോ ഇതിനും ഓരോ ടേപ്പ്, ടോപ്പ് ആൻഡ് ബോട്ടം ടേപ്പ് കാർട്ടൺസിൽ ഉപയോഗിക്കുന്നതാണ്. ഇതിനകത്ത് കൺസ്യൂമറാണ്, അതിൻ്റെ എല്ലാം കൺസ്യൂമർ തന്നെയാണ്. സാറിൻ്റെ ഫാക്ടറി എവിടെയാണ് സാർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇതിവിടെ കച്ചേരിപ്പടിക്ക് എറണാകുളത്താണ്. ഇന്ത്യക്ക് കൂടിയാണ് നമ്മുടെ MRP ഒക്കെ കൂടിയാണ് മെഷീനാണ്. നമ്മുടെ കൺസ്യൂമർ ഗുഡ്സിൽ എല്ലാത്തിലും മാനുഫാക്ചറിങ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് എല്ലാം കൂടിയാവുന്നതാണ്. അത് തന്നെ അതിൻ്റെ ലേസർ ഉണ്ട്. പിന്നെ അത് നമുക്ക് എന്ത് പ്രൊഡക്റ്റിലും നമുക്ക് കൂടിയാവുന്നതാണ്. നമുക്ക് മെറ്റലിൽ കൂടിയാം, വുഡിൽ കൂടിയാം, പ്ലാസ്റ്റിക്കിൽ കൂടിയാം, ഏത് വെള്ളം കൂടിയാം. അതിന് കൺസ്യൂമർ ഇല്ല. അതാണ് പ്രൊഡക്റ്റ് പ്രത്യേകത. സാർ, ഇവിടെ നമ്മൾ വളരെയധികം മെഷീൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന മെഷീൻസ് 1 by 1 ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും സാർ? നമ്മുടെ CT എന്ന് പറഞ്ഞൊരു കോഡിംഗ് മെഷീനാണ്. ഓക്കെ സാർ. തെർമൽ ട്രാൻസ്ഫറാണ് എൻ്റെ കോഡിങ്. ഓക്കെ റിബൺ കോഡിംഗ് ആണ്. ഓക്കെ താഴെ ലേസറാണ്, ലേസർ കോഡിംഗ് ആണ്. ഓക്കെ. വീഡിയോ ജെറ്റ്. ലേസർ കോഡിംഗ് ലാർജ് കോഡിംഗ്, ലാർജ് ഇമേജ് കോഡിംഗ്. ഓക്കെ സാർ. ഓക്കെ. അതിൻ്റെ അപ്രോക്സിമേറ്റ് കോസ്റ്റ് എത്ര വരും സാർ? അപ്രോക്സിമേറ്റ് കോസ്റ്റ് ഒരു 2 lakh rupees. 2 lakhs. ഇനി നമ്മുടെ ഇവിടെ ഈ കാണുന്നതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റ് മെഷീൻസും കൂടെ സാർ ഒന്ന് പറയാൻ പറ്റും? പ്രൊഡക്റ്റ് ബാച്ച് കോഡിംഗ് ആണ്. പിന്നെ ഇത് കൂടാണ്ട് കൂടുതൽ വലിയ മെഷീൻസ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. ഓക്കെ. എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റാണ്. നമ്മൾ കാർട്ടൺസിലൊക്കെ ബെൽറ്റ് അടിക്കുന്ന മെഷീനാണ്. പ്രൊഡക്റ്റാണ്, ബെൽറ്റാണ്. കാർട്ടൺസൊക്കെ സ്ക്രാപ്പ് ചെയ്യണം, ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രാപ്പ് ചെയ്യുന്നത്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ബെറ്റ് സ്ക്രാപ്പ് എന്ന് പറയും. നമ്മൾ പാലറ്റിലൊക്കെ യൂസ് ചെയ്യുന്നത്, ഹെവി പാക്കിങ്ങിന് യൂസ് ചെയ്യുന്ന സ്ക്രാപ്പാണ്. അതിൻ്റെ മാനുവൽ ടൂൾസാണ്. ടാങ്ക് എന്താണെന്ന് പറയുന്നത്, ടാങ്ക് നമ്മുടെ ക്ലോത്തിലൊക്കെ അടിക്കുന്ന MRPൻ്റെ ടാങ്ക് ഹാങ് ചെയ്യുന്ന ഗണ്ണാണ്. അതിൻ്റെ തന്നെ പിൻ, ടാങ്ക് പിൻ. ഇത് പാലറ്റ് ഒക്കെ സ്ക്രാപ്പ് ചെയ്തെടുക്കുന്ന വാക്യൂം ടൂളാണ്.
വീട്ടിൽ കൊണ്ടുവച്ചിട്ട് യൂസ് ചെയ്യാം. ഹെവി പാക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ടൂളാണ്. അതിൻ്റെ തന്നെ ന്യൂമാറ്റിക് ടൂളാണ്, എയറിൽ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഡെയിലി മെഷീനാണ്. നമുക്ക് വലിയ വുഡൻ ബോക്സൊക്കെ ഡെയിലി ആവുന്നതാണ്. ഇത് സ്റ്റേപ്പിളറാണ്, ഹെവി ഡ്യൂട്ടി സ്റ്റേപ്പിളറാണ്. നമുക്ക് യൂറോപ്പിലേക്കൊക്കെ പ്ലാസ്റ്റിക് ബാനുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ബയോട്രിപ്പ് ടേപ്പിന് വരെ യൂസ് ചെയ്യുന്ന സ്റ്റാപ്ലറാണ്. ഇതിൻ്റെ ന്യൂമാറ്റിക് ഉണ്ട്, നമുക്ക് മാനുവലാണ്. ഇത് ഹീറ്റുണ്ട്, ഇതിലാണ് നമ്മൾ ചെറിയ ബോക്സ് പോലെ നമ്മുടെ മാച്ച് ബോക്സ് പോലെ നമുക്ക് ഒരുപാട് വലിയ ബോക്സ് മാക്സിമം ബോക്സ് പോലെയൊക്കെ നമുക്ക് സ്ക്രാപ്പിംഗ് മെഷീൻ തന്നെ സ്ക്രാപ്പ് ചെയ്യാം. 1.5 mm സെക്കൻഡ്സ് മതി ഒരു സൈക്കിൾ സ്ക്രാപ്പിംഗ്. ഈ ക്യാരി സ്ട്രാപ്പിംഗ് മെഷീന് എന്ത് വില വരുത്തത്? നമ്മളിപ്പോൾ ഈ കാണുന്ന ക്യാരി സ്ട്രാപ്പിംഗ് ഈ വലിയ മെഷീന് മെഷീന് വരുന്നത് 33,500 rupees. ഈ അതെ, ഇതിരിക്കുന്ന അതെ, മെഷീൻ്റെ ആ 33,500 rupees. നമ്മൾ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്ന മെഷീനാണ്. ഓക്കെ. ഇതിൻ്റെ സൗത്ത് ഇന്ത്യയിലെ ഡിസ്ട്രിബ്യൂട്ടറാണ് ഈ മെഷീൻ. സാർ, അപ്പോൾ ഈ നമ്മുടെ പ്രേക്ഷകർക്ക് ഇവിടെ കണ്ട ധാരാളം മെഷീൻസും മെറ്റീരിയൽസും ഉണ്ട്. അതായത് പാക്കേജിങ് മെറ്റീരിയൽസ് ഉണ്ട്, പാക്കേജിങ് മെഷീൻസ് ഉണ്ട്, ക്യാരി സ്ട്രാപ്പിംഗ് മെഷീൻ പോലുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മെഷീൻസും ഉണ്ട്. അപ്പോൾ ഈ മെഷീൻസൊക്കെ ആവശ്യമുള്ള ആൾക്കാർക്ക്, അതുപോലെ തന്നെ ഈ പാക്കേജിങ് മെറ്റീരിയൽസ് ആവശ്യമുള്ള ആൾക്കാർക്ക് എങ്ങനെ സാറിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും അവർക്ക് ഈ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്? നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാത്തിലും നമ്മുടെ ഇന്ത്യ മാർട്ടിലുണ്ട്. പിന്നെ ഗൂഗിളിലൊക്കെ നമുക്ക് സെർച്ച് ചെയ്താൽ നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഉണ്ട്. പെൻറ്റകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ സൈറ്റിൽ എല്ലാ ഐറ്റംസും ഉണ്ട്. സാർ, ഇപ്പോൾ നമ്മളിവിടെ ധാരാളം മെഷീൻസും മെറ്റീരിയൽസും എല്ലാം കണ്ടു. ഒരുപാട് ഐറ്റംസ് ഇവിടെ, അതായത് മാനുഫാക്ചറിങ് സെക്ടറിൽ ഉപയോഗിക്കേണ്ടുന്ന മെഷീൻസ്, അതുപോലെ തന്നെ റാ മെറ്റീരിയൽസ്, പാക്കേജിങ് മെറ്റീരിയൽസ് എല്ലാം നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മെഷീൻസും മെറ്റീരിയൽസും ഒക്കെ ആവശ്യമുള്ള പ്രേക്ഷകർക്ക് എങ്ങനെ ഈ സ്ഥാപനത്തിന് കോൺടാക്ട് ചെയ്യാൻ പറ്റും സാർ? നമ്മുടെ സൈറ്റിൽ നിന്നെല്ലാം കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ നമ്പർ പറയാം: 8129170798. ഇതൊരു നമ്പർ. പിന്നെ അതിൻ്റെ തന്നെ 99 ഉണ്ട്. അങ്ങനെ 2 നമ്പറാണ്. അപ്പോൾ എല്ലാ നമ്പറിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്, ഏത് നമ്പറിലാണെങ്കിലും. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.